എന്നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ജൂലൈ മാസത്തിൽ 26-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച തിരുസഭയിൽ ആഘോഷിക്കുന്ന തിരുനാളാണ് വിശുദ്ധ ജോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാൾ. നമുക്കറിയാം, വിശുദ്ധ ജോവാക്കിമും വിശുദ്ധ അന്നയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളാണ്. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവകൃപകളുണ്ട്. വിശുദ്ധ അന്ന, നമ്മൾ ഒത്തിരിയേറെ വിശുദ്ധ അന്ന, സെയിൻ്റ് ആൻ, വിശുദ്ധ അന്ന എന്നുള്ള നാമധേയത്തിലുള്ള ആനി എന്നൊക്കെ വിളിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവൾ ഈ ദിവസം തന്നെയാണ് 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചതും. എല്ലാ അപ്പാപ്പന്മാരുടെയും അമ്മാമ്മമാരുടെയും ദിവസം, അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും ദിവസം. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അപ്പാപ്പൻ അമ്മാമ്മ എന്ന് വിളിക്കും. എൻ്റെ വീട് ചാലക്കുടിയിലാണ്, അവിടെ അപ്പാപ്പൻ അമ്മാമ്മ എന്നൊക്കെ വിളിക്കും. ഇവിടേക്ക് ഒരു പക്ഷേ വല്യപ്പച്ചൻ വല്യമ്മച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ്. കാരണം ഈശോയുടെ ഗ്രാൻഡ് പാരൻസാണ് വിശുദ്ധ ജോവാക്കിമും വിശുദ്ധ അന്നായും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2021 അങ്ങനൊരു ദിവസം ഈ പ്രായമായവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് കാരണമുണ്ട്. അതേക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. വിശുദ്ധ ജോവാക്കിമും അന്നയും, അവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് AD 170 രചിച്ച യാക്കോബിൻ്റെ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അതിലാണ് ഈ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. ജോവാക്കിം എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കും എന്നാണ്. അന്ന എന്ന പേരിൻ്റെ അർത്ഥം വരപ്രസാദം എന്നാണ്. അപ്പോൾ ഈ വിശുദ്ധ ജോവാക്കിമും അന്നായും അവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒത്തിരി വരപ്രസാദവും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം, ഈ ജോവാക്കിമിനും അന്നയ്ക്കും ഏറെ വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. പരിശുദ്ധ അമ്മ, പരിശുദ്ധ മറിയം അവർക്ക് ജനിക്കുന്നത് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ വാർദ്ധക്യത്തിലാണ് അവർക്ക് ജനിക്കുന്നത്. അപ്പോൾ അത്രയും വർഷം അവർ ജീവിച്ചപ്പോൾ ഒത്തിരി പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു. കാരണം മക്കളില്ലാത്തത് ഒക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ കുറവാണ് എന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ പലരും ചിന്തിച്ചിരുന്നു. പക്ഷേ ഇവർ ഈ പ്രതിസന്ധിയിലും സങ്കടങ്ങളിലും വേദനയിലൊക്കെ പോകുമ്പോഴും ഈ വിശുദ്ധ ജോവാക്കിമും അന്നായും ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. സ്ഥിരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന തനിക്കുണ്ടാകുന്ന മകനോ മകളെയും ദേവാലയത്തിൽ സമർപ്പിക്കുമെന്ന് ദൈവത്തിന് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപ്രകാരമാണ് പരിശുദ്ധ കന്യാമറിയം ജനിച്ചതിന് ശേഷം 3 വയസ്സായപ്പോൾ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കുന്നത്. അന്നത്തെ ദേവാലയങ്ങളിൽ ഇങ്ങനെ കുട്ടികളെ സമർപ്പിക്കുമ്പോൾ അവർ അവിടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചും അതോടൊപ്പം അൾത്താരയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ നെയ്തും ഒക്കെയാണ് അവരോട് ജീവിച്ചിരുന്നത്, വിശുദ്ധ ജീവിതം നയിച്ചിരുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയെ 3 വയസ്സായപ്പോൾ അവിടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന ഈ മാതാപിതാക്കൾ സമർപ്പിച്ചു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ മാതാപിതാക്കളുടെ വിശ്വാസ ചൈതന്യവും
അവരുടെ പ്രാർത്ഥനാ ജീവിതവും ജീവിത വിശുദ്ധിയുമാണ് പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പരിശുദ്ധ അമ്മ അവരുടെ ആ മാതാപിതാക്കൾ എന്ന നിലയിൽ ആ മകളെ വളർത്തിയ രീതിയും വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും പരിശുദ്ധ അമ്മയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇവരുടെ രണ്ടുപേരുടെയും മാധ്യസ്ഥതയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ അന്നയുടെയും ജോവാക്യമിൻ്റെയും മധ്യസ്ഥതയിൽ മക്കളില്ലാത്ത ദമ്പതികൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടാറുണ്ട്. അതോടൊപ്പം എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന വിശുദ്ധരാണ് വിശുദ്ധ ജോവാക്യമും വിശുദ്ധ അന്നായും. അതോടൊപ്പം മാതാപിതാക്കൾക്ക് അവർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കുവാനുള്ള ശക്തി വിശുദ്ധ ജോവാക്യമിൻ്റെയും അന്നായുടെയും മാധ്യസ്ഥയിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവരിലൂടെ ലഭിക്കുന്നു. വിശുദ്ധ അന്നായുടെ മാധ്യസ്ഥതയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഒരു അത്ഭുതം വായിച്ചത് ക്യൂബക് എന്ന് പറയുന്ന സ്ഥലത്ത് 1658 അവിടെ വിശുദ്ധ അന്നാക്കിയുടെ പേരിൽ ഒരു ദേവാലയം അവരവിടെ നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ അധികം സാമ്പത്തികമൊന്നുമില്ലാത്ത ജനങ്ങളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പലരും സഹായിക്കാൻ വന്നു. അപ്പോൾ അതിനിടയിൽ ലൂയി ജീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് റുമാറ്റിസം, മസിൽസിലൊക്കെ വരുന്ന വാദസംബന്ധമായ രോഗങ്ങൾ പോലെ കഠിനമായ വേദനയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ. പല ചികിത്സകൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ലൂയി ജീമോൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വിശുദ്ധ അന്നായുടെക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം പണിയുന്നിടത്തേക്ക് ദൂരെ നിന്ന് ഒരു നിയോഗം വെച്ച് 3 വലിയ കല്ലുകൾ ചുമന്നുകൊണ്ടുവന്നു. അങ്ങനെ 3ാമത്തെ കല്ല് ചുമന്ന് ആ ദേവാലയ നിർമ്മിതിക്കായിട്ട് സമർപ്പിച്ച സമയം ഈ ലൂയി ജീമോന് വിശുദ്ധ അന്നയുടെ മാധ്യസ്ഥതയിൽ അത്ഭുത സൗഖ്യം ലഭിച്ചു. ആ ദേവാലയം പിന്നീട് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മക്കൾക്കും ഒക്കെ ലഭിക്കും. അതോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പ്രത്യേകമായിട്ട് ഈ 2 വിശുദ്ധരുടെ തിരുനാൾ ദിവസം ഗ്രാൻഡ് പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും ദിവസമായി ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കാൻ കാരണം ഈ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും ജീവിതത്തിലൂടെ ഓരോ കുടുംബത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഒഴുകുന്നുണ്ട്. ചില കുടുംബങ്ങളിലെങ്കിലും ഈ പ്രായമായ അവസ്ഥയിൽ അവർക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ നമ്മളെ സ്നേഹിക്കുകയും അവരെ അംഗീകരിക്കുകയും നമ്മളവരെ അംഗീകരിക്കുന്നുവെന്ന് സ്നേഹിക്കുന്നുവെന്ന് അവരോട് പറയുകയും വേണം. ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് ഞാനത് കേട്ട് അത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വായിച്ച് അതിൻ്റെ ഏതാനും വരികൾ വളരെ ഹൃദയസ്പർശിയാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ തൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് ഇങ്ങനെ പാടുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളോട് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പാടുന്നത്. വിൽ യു ലവ് മീ വെൻ ഐ ആം ഓൾഡ് ആൻഡ് ഫീബിൾ? ഞാൻ വൃദ്ധനാകുമ്പോൾ അല്ലെങ്കിൽ വൃദ്ധയാകുമ്പോൾ, എൻ്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? വിൽ യു ലവ് മീ വെൻ ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ്? എൻ്റെ കാലിൽ ഒറ്റയ്ക്ക് നിൽക്കുവാൻ എനിക്ക് സാധിക്കാത്ത വിധത്തിൽ ക്ഷീണം എന്നെ ബാധിക്കുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? വിൽ യു ലവ് മീ വെൻ ഐ ടേക്ക് ലോങ് ടൈം ടു ച്യൂ മൈ ഫുഡ്? എൻ്റെ ഭക്ഷണം കഴിക്കാൻ, എൻ്റെ ഭക്ഷണം ചവച്ചരയ്ക്കാൻ ഞാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? വിൽ യു ലവ് മീ വെൻ ഐ ഫോർഗെറ്റ് വാട്ട് യു ടോൾഡ് മീ 10 minutes ബിഫോർ? 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഒരാൾ തൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായിട്ട് തൻ്റെ മക്കളോട് അല്ലെങ്കിൽ വരും തലമുറകളോട് ചോദിക്കുകയാണ്, എനിക്ക് പ്രായമാകുമ്പോൾ, എൻ്റെ ശരീരത്തിൽ ക്ഷീണം ബാധിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ?
എൻ്റെ കാലിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുവാൻ ചവച്ചരയ്ക്കാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ 10 മിനിറ്റിനുള്ളിൽ ഞാൻ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപക്ഷേ ലോകത്തിൽ പ്രായത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും ആശങ്കകളാണത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്നത്തെ ദിവസം, അതായത് ജൂലൈ 26-ാം തീയതി മാർപ്പാപ്പ ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഓരോ ഭവനത്തിലും വല്യപ്പച്ചന്മാർക്കും വല്യപ്പച്ചിമാർക്കുമുള്ള സ്വാധീനം വളരെ വലുതാണ്. റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം വളരെ ഗദ്ഗതത്തോടുകൂടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ അപ്പാപ്പനാണ്, അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചനാണ് അദ്ദേഹത്തെ വളർത്തിയത്, ആ സ്നേഹത്തിൽ വളർത്തിയതെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടതാ. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന കുര്യൻ ജോസഫ് സാറ്, അദ്ദേഹം കുടുംബജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഒരു പ്രസംഗം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകള് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മകള് ആ സ്റ്റേജിൽ വന്ന് ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ പിതാവിനെ കുറിച്ച് പറയാൻ കുറച്ച് സമയം വേണം. എൻ്റെ പിതാവ് ഈ സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, ബന്ധങ്ങളെക്കുറിച്ചും കുടുംബത്തിന് വേണ്ടി സമയം ചെലവിടേണ്ടതിനെ കുറിച്ചും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ പറയുകയാണ്, ആ മകളുടെ കുട്ടികൾക്ക് ഈ കുര്യൻ ജോസഫ് സാറ് ആ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം വലിയ ഉരുളകളാക്കി ഈ കുഞ്ഞുങ്ങളുടെ പുറകെ കഴിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നത് ഈ മകൾ വീഡിയോയിൽ പകർത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഈ വലിയ മനുഷ്യൻ ഈ കൊച്ചുകുട്ടികളുടെ പിന്നാലെ ഉരുളയെ ആക്കി ഭക്ഷണവുമായിട്ട് ഓടി നടക്കുന്നത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അത് പപ്പയ്ക്ക് വേണ്ടിയല്ല, എനിക്കെന്നും കാണാൻ വേണ്ടി ഞാനത് വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മകൾ അവിടെ പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും വലിയൊരു സ്വാധീനമുണ്ട് മക്കളെ വളർത്തുന്നതിൽ. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അവർ പലപ്പോഴും തല്ലുകൂടുക അപ്പാപ്പൻ്റെയോ അമ്മാമ്മയുടെ അടുത്ത് പോയി കിടന്നുറങ്ങാനാണ്. അതോടൊപ്പം അവർക്ക് കഥകൾ കേൾക്കാൻ സാധിക്കുന്നതും അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതും വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും കൂടെയാണ്. അതോടൊപ്പം അപ്പച്ചനും അമ്മച്ചിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരുമാണ്. അവരുടെ ജീവിതത്തിൽ, കൊച്ചുകുട്ടികളുടെ ജീവിതത്തിൽ ഈ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും വലിയ സ്വാധീനമുണ്ട്. അതാണ് മാർപ്പാപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, ഒരു കുടുംബം സ്നേഹമുള്ള കുടുംബമായി മാറാനും മക്കൾ നല്ലവരായി വളരാനും ഈ ഗ്രാൻഡ് പാരൻസിന് വലിയ സ്വാധീനമുണ്ടെന്നും അവരെ നമ്മൾ സ്നേഹിക്കണമെന്നും അംഗീകരിക്കണമെന്നും മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. സങ്കീർത്തനം 92-ന്റെ 14-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിവന്യ തറയിൽ പിതാവ്, ചങ്ങനാശ്ശേരി രൂപതയുടെ ഓക്സിലറി ബിഷപ്പായിരിക്കുന്ന തറയിൽ പിതാവ് ഒരിക്കൽ ഈ ഗ്രാൻഡ് പാരൻസ് ഡേക്ക് പറഞ്ഞൊരു പ്രസംഗത്തിലെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോർക്കുക. പിതാവിൻ്റെ അരികിൽ വന്ന് ഒരിക്കലൊരു പെൺകുട്ടി പരാതി പറഞ്ഞു,
അവരുടെ വല്യമ്മയെ ഇഷ്ടമല്ല. കാരണം ഈ വല്യമ്മ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വീട്ടിൽ ബഹളമുണ്ടാക്കി അലറി വിളിക്കും. അതുകൊണ്ട് വല്യമ്മയെ കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പിതാവിൻ്റെ അരികിൽ പറഞ്ഞു. അവൾ പിതാവെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ തറയിൽ പിതാവ് പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് നിന്റെ പപ്പയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ പപ്പയെ വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് നിന്റെ പപ്പയെ നിനക്ക് ഇത്ര ഇഷ്ടം? പപ്പ നല്ല സ്നേഹമുള്ള ആളാണ്, പപ്പയുടെ നല്ല സ്വഭാവമാണ്. അപ്പോൾ തറയിൽ പിതാവ് പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തു, നിന്റെ പപ്പയ്ക്ക് നല്ല സ്വഭാവം കിട്ടാനും നല്ല സ്നേഹം കിട്ടാനും നിന്റെ വല്യമ്മയുടെ നല്ല നാളുകളിൽ പപ്പയെ സ്നേഹം കൊടുത്ത് വളർത്തിയത് കൊണ്ടാണ്. വല്യമ്മ പപ്പയെ സ്നേഹിച്ചതുകൊണ്ടും പപ്പയെ അതുപോലെ വളർത്തിയത് കൊണ്ടുമാണ് നിങ്ങളുടെ പപ്പ നല്ലവനായിരിക്കുന്നത്. ഇന്ന് വല്യമ്മ ബഹളമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രായാധിക്യത്തിൽ വന്ന രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഈ പ്രായത്തിൽ അങ്ങനെ പെരുമാറുന്നത്. നിന്റെ അപ്പനെ നീ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ വല്യമ്മയെ നീ സ്നേഹിക്കണമെന്ന് തറയിൽ പിതാവ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അവസരമുള്ളവർ ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കെല്ലാം ഈ അനുഭവമുണ്ട്. അവരുടെ വല്യപ്പച്ചന്മാരുടെ കൂടെയും വല്യമ്മച്ചിമാരുടെ കൂടെയും ജീവിച്ചതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും കിടന്നുറങ്ങിയതിൻ്റെയും കഥകൾ കേട്ടതിൻ്റെയും ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ UK-യിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കൊക്കെ കയറിപ്പോകുന്ന പല ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മിസ്സാകുന്നതും അവരുടെ കുട്ടികൾക്ക് ഈ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും സ്നേഹം വേണ്ടതുപോലെ സാന്നിധ്യം ലഭിക്കാതെ ആ മക്കൾ വളരുന്നു. അതിൻ്റെ പ്രത്യേകതകൾ ആ കുട്ടികൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന വലിയ ഒരു കുറവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, വാർദ്ധക്യത്തിലെത്തിയവരെ നമ്മൾ അവരെ സ്നേഹിക്കണം. ഈശോയുടെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്ന വിശുദ്ധ ജോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാൾ ദിവസം നമ്മളെല്ലാ അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുടുംബങ്ങളിൽ ഒഴിവാക്കപ്പെടുന്നതിൻ്റെ വേദനയും സങ്കടവും പലപ്പോഴും പലരുടെയും വാർദ്ധക്യത്തിലുണ്ട്. നമ്മളും ഒരു ദിവസം ആ അവസ്ഥയിലെത്താനുള്ളതാണ്, നമ്മളെല്ലാം ഓർക്കേണ്ടതുണ്ട്. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തതിന് ശേഷം ഒരു കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറായിട്ടുള്ളൊരു ലേഡി, ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, അച്ഛാ, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആകെ തിരക്കായിരുന്നു. എൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ പുറകെ നടക്കും. അവർക്ക് ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ ഞാൻ കൂടെ പോകണം. അവർക്ക് പുറമെ പോയി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകണം. അവർക്ക് എന്ത് സെലക്ട് ചെയ്യാനും ഞാൻ പോകണം. അമ്മ എല്ലായിടത്തും വേണമായിരുന്നു. അന്ന് എനിക്ക് ഒന്നിനും സമയമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ റിട്ടയർഡായി, ഞാൻ വീട്ടിലിരിക്കുന്നു. എൻ്റെ മക്കൾ പോകുന്നിടങ്ങളിലേക്ക് ഞാൻ കൂടെ പോരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അമ്മ എന്തിനാ കൂടെ വരുന്നത്, അമ്മ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു. എന്നെ ഒരു സ്ഥലത്തേക്കും അവർ കൊണ്ടുപോകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ആ ടീച്ചർ കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടതാകുന്നത്? അച്ഛാ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടതാകുന്നത്? ജീവിതത്തിൻ്റെ ചില നാളുകളിൽ ഞാനില്ലാതെ എൻ്റെ മക്കൾ എവിടെയും പോകില്ലായിരുന്നു. ജീവിതത്തിൽ കുറേ നാളുകളിൽ ഞാനില്ലാതെ അവർ ഒരു ഷോപ്പിംഗ് നടത്തുകയില്ലായിരുന്നു. ജീവിതത്തിൽ കുറേ നാളുകളിൽ അവർക്ക് വേണ്ടി ഒന്നും അവർ ഞാനില്ലാതെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നു, എന്തിനാ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നത്, അമ്മ വീട്ടിലിരുന്നാൽ പോരെ എന്ന്. എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടതാകുന്നത്. ഒരുപക്ഷെ ദൈവസ്നേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ ഭൂമിയിൽ ആരൊക്കെ മറന്നാലും ഉപേക്ഷിച്ചാലും ദൈവം തന്നെ മറക്കുകയില്ല എന്ന് കേട്ടപ്പോഴാണ് ആ ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ഈ സങ്കടം പറഞ്ഞത്.
ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ മറന്നുപോയി എന്നുള്ള വലിയ സത്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 അതോടൊപ്പം വാർദ്ധക്യത്തിലെത്തിയവരും പ്രായത്തിലെത്തിയവരും ചെയ്യേണ്ട ചില കാര്യങ്ങളും നമുക്ക് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അവരും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളൊക്കെ ഉള്ളപ്പോൾ അതേക്കുറിച്ച് പരാതി പറയാതെ അവർ ചെയ്യേണ്ട കാര്യം, അവർക്ക് എത്ര വർഷമായി, 70, 80, 90 വർഷമായെങ്കിൽ അത്രയും വർഷം അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർക്കുക. എന്തുമാത്രം കാര്യങ്ങളാണ് ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിച്ചത്, എന്തുമാത്രം ദൈവം നിങ്ങൾക്ക് സംരക്ഷണം നൽകി, അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പരാതികൾ കുറയും, കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, വാർദ്ധക്യത്തിലെത്തുമ്പോൾ കൂടുതൽ സമയം ദൈവത്തിൻ്റെ വചനം വായിക്കാനും വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും സമയം ചെലവഴിക്കുക. അപ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും. മൂന്നാമതായിട്ട്, വാർദ്ധക്യത്തിലെത്തുന്നവർ അവരുടെ ഭക്ഷണം കഴിക്കുന്ന വിധങ്ങളൊക്കെ ക്രമീകരിക്കണം. കുറച്ച് വ്യായാമം ചെയ്യാനൊക്കെ സമയം കണ്ടെത്തണം. അങ്ങനെ എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. നാലാമതായിട്ട്, ആത്മാഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ പരസ്പരം കുടുംബത്തിൽ സംസാരിക്കുക. അപ്പോൾ വാർദ്ധക്യത്തെ സ്നേഹിക്കുവാൻ അവർക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, നമുക്ക് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഗ്രാൻഡ് പാരൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആ മനോഹരമായ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ്റെ ആശങ്കകളാണ്, പ്രായമാകുന്നതനുസരിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ആശങ്കകളാണ്. വിൽ യു ലവ് മീ വെൻ ഐ എം ഓൾഡ് ആൻഡ് ഫീബിൾ? വിൽ യു ലവ് മീ വെൻ ഐ കാൺട്ട് സ്റ്റാൻഡ് ഓൺ മൈ ഫീറ്റ്? Will you love me when I take long time to chew my food? Will you love me when I forget what you told me 10 minutes before? അതേ സ്നേഹമുള്ളവരെ, വാർദ്ധക്യത്തിലും എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കുന്ന ജൂലൈ 26 നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നായുടെയും മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള വാർദ്ധക്യത്തിലെത്തിയവരോട് നമ്മൾ അവരെ സ്നേഹിക്കുന്നു, ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു. രോഗാവസ്ഥയിലും തലമുടി നരച്ചപ്പോഴും ക്ഷീണിക്കുമ്പോഴും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തി നിറയാൻ ഒരു ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങളിൽ നിറയ്ക്കണമേ, ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വിശുദ്ധ ജോവാക്കിമിന്റെയും വിശുദ്ധ ജോവാക്കിമിന്റെയും വിശുദ്ധ അന്നയുടെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്കിമിലൂടെയും വിശുദ്ധ അന്നായിലൂടെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ള എല്ലാ നന്മകളും വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ യേശുവേ, ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കുമ്പോൾ എല്ലാ വല്യപ്പച്ചന്മാരെയും എല്ലാ വല്യമ്മച്ചിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങളിലും അവരുടെ ദുഃഖങ്ങളിലും അവരുടെ ഏകാന്തതയിലും കർത്താവ് കൂട്ടായിരിക്കണമേ. കർത്താവായ യേശുവേ, എല്ലാവരെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 See
സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. ശക്തിയോടെ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോക്ഷനായി തോന്നിയാലും, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോക്ഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ. ലോകത്തിൻ ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. ദൈവത്തിൻ ആശ്രയമേ അത് ഒന്നെനിക്കാശ്രയമേ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. 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 കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണം. വാർദ്ധക്യത്തിലെത്തിയവരെ അനുഗ്രഹിക്കണം. ആരാധന
കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണം. നട്ടെല്ല് സംബന്ധമായിട്ടുള്ള രോഗപീഠകളുള്ള 9 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാൾ വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരാളാണ്. നട്ടെല്ല് സംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ച് ഇവിടെ വന്ന് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തിയെയും മറ്റ് 8 പേരെയും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. 27 വയസ്സായിട്ടും വിവാഹം നടക്കാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ മകളുടെ വിവാഹം കർത്താവ് പെട്ടെന്ന് ക്രമീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രമാതീതമായിട്ടുള്ള നെഞ്ചിടിപ്പ്, അതുമൂലമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗപീഠകളുള്ള 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം ശരീരത്തിൻ്റെ നിറം, സ്കിന്നിലെ നിറം മാറിപ്പോവുക, കറുത്ത നിറം വരിക, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയൽപക്കങ്ങൾ തമ്മിൽ വലിയ ശത്രുതയും വഴക്കും ബഹളങ്ങളുമുള്ള 3 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു വ്യക്തി കുടുംബത്തിൽ വലിയ ഉച്ചത്തിൽ സംസാരിച്ച് ബഹളം വയ്ക്കുന്നത് മൂലം ആ വീട്ടിലുള്ളവർക്കൊക്കെ വലിയ അസ്വസ്ഥതയാണ്, ഭയമാണ്. ആ വ്യക്തി ധ്യാനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് കർത്താവ് അനുതാപം നൽകുന്നു, ശാന്തത നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കാനും അവരെ കൂടുതൽ കരുതാനുമുള്ള ഒരു ആഗ്രഹവും അഭിഷേകവും നൽകി 37 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ യൂദാസ് ലീഹായുടെ മാധ്യസ്ഥതയിൽ ഇന്ന് പ്രത്യേകമായിട്ട് 40ഓളം പേർ പ്രത്യേകമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കുറെ നാളുകളായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിൽ പ്രാർത്ഥനയിൽ മന്ദതയായിപ്പോയി. അങ്ങനെയുള്ള 17 പേരെ കർത്താവ് വീണ്ടും ശക്തിപ്പെടുത്തുന്നു, ഉണർവ് നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, അസ്വസ്ഥതകളുള്ള 8 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർ മരിച്ചുപോയി. ഏതാനും നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് മരിച്ചു പോയത്. പക്ഷേ ആ സങ്കടം ഇപ്പോഴും വിട്ടുപോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ഓർത്ത് കരയുന്നു. അങ്ങനെയുള്ള 12 പേരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ശക്തമായിട്ടുള്ള തലവേദനയും തലയ്ക്ക് ഭാരവും അനുഭവപ്പെടുന്ന 9 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന 47 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ വിദേശത്താണ്. അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് പണമൊന്നും അയക്കാൻ സാധിക്കുന്നില്ല. വീട്ടുകാർ പണം പ്രതീക്ഷിച്ച് ഇങ്ങനെ കഴിയുന്നു. അങ്ങനെ വിദേശത്ത് കഴിയുന്ന സഹോദരന് ഒരു ചെറിയ ജോലി ലഭിക്കുന്നു.
അങ്ങനെ സാവധാനം സാവധാനം അവരുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് അവരതിൽ നിന്ന് കരകയറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മുറിവേൽപ്പിച്ച കാര്യങ്ങൾ മറക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും അത് ഓർക്കുന്നു. അവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കടന്നു വരുന്നു. അങ്ങനെയുള്ള 12ഓളം പേർക്ക് ക്ഷമിക്കാനുള്ള കൃപ ഈശോ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാനും സാക്ഷ്യങ്ങളും ആരാധന നിയോഗങ്ങളും. എൻ്റെ പേര് ഗ്രേസി, വീട് കല്ലുരുട്ടി. ഞാൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ 16-ാം തീയതി ചൊവ്വാഴ്ച വന്ന് അതുല്യയുടെ മെഡിക്കൽ കോഡിംഗ് എക്സാം അത് പാസ്സാകുന്നതിന് വേണ്ടി അച്ഛനെ കണ്ട് ഇവിടെ പ്രാർത്ഥിച്ചു. ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവൾ നല്ല മാർക്കോടെ പാസ്സായി. ബഹുമാനപ്പെട്ട അച്ഛനും ജൂബിലി ധ്യാന കേന്ദ്രത്തിനും നന്ദി പറയുന്നു. വിജയം നൽകിയ കർത്താവിന് കോടാനുകൂടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഗ്രേസി കല്ലുരുട്ടി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. മെഡിക്കൽ കോഡിംഗ് ആ പരീക്ഷ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയാണ്. പാസ്സാകാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ദൈവം അനുഗ്രഹിച്ചതിന് പ്രത്യേകം നന്ദി പറയാം. ഫിലോമിന കോടഞ്ചേരി. എൻ്റെ മകളുടെ കുട്ടിക്ക് അലർജിയുടെ രോഗമുണ്ടായിരുന്നു. മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. 2 വർഷത്തോളം മരുന്നുകൾ കഴിച്ചിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, വീണ്ടും വീണ്ടും വരും. അങ്ങനെയായിരുന്നു. ഇവിടെ 9 ആഴ്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പോൾ ഒരു അസുഖവുമില്ല. ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. ഫിലോമിന കോടഞ്ചേരി. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ബ്ലെസ്സി ജോളി. ഇവിടെ വന്ന് തുടർച്ചയായി പ്രാർത്ഥനയിലും പരിശുദ്ധ ബലിയിലും പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ മകൻ പരീക്ഷകളെല്ലാം പാസ്സായി നല്ല ജോലിയും ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബെസ്സി ജോളി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട്
വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഈശോ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനെ അനുഗ്രഹിക്കണം, എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണം. ഈശോയെ ഒരാൾ പോലും വെറുകയോടെ പോകാൻ ഇടവരുത്തരുത്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കണം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയെ ഒരു വാഹനാപകടത്തിൽ പെട്ട് തലയ്ക്ക് പരിക്കേറ്റ 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെവിയിൽ വേദന, ചെവിയിൽ പഴുപ്പ്, കേൾവി കുറയുക, ഇങ്ങനെ അസ്വസ്ഥതകളുള്ള 7 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈക്ക് വേദന, ഷോൾഡറിന്റെ ഭാഗത്ത് വേദന, അങ്ങനെയുള്ള 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറവി രോഗം വന്ന 2 പേരെ കർത്താവ് കൂടുതൽ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവചനങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.